ഈ നവംബർ 14 ചിൽഡ്രൻസ് ഡേക്ക് ഞങ്ങളുടെ ബീച്ചിൽ ആലപ്പുഴ ബീച്ചിൽ വെച്ചൊരു ഫങ്ഷൻ നടക്കുമായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ഡാൻസ്, ഡ്രോയിങ്, അങ്ങനെ എല്ലാ നമുക്ക് കുട്ടികൾക്ക് എല്ലാ എന്തിനു വേണമെങ്കിലും ചേരാം, അങ്ങനെ ലിമിറ്റൊന്നുമില്ല. അപ്പം ഞാൻ ഡാൻസ് ഐറ്റം, മ്യൂസിക്, പിന്നെ ഡ്രോയിങ്, പെയിൻറ്റിങ് ഇതിനൊക്കെ ചേരുമായിരുന്നു. അപ്പം 2 വർഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും എനിക്കാണ് പ്രൈസ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വിഷയത്തിനൊക്കെ എനിക്കായിരുന്നു ഫസ്റ്റ് വന്നത്. 3ൽ പഠിക്കുമ്പം ഇതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞ് അപ്പോൾ ഈ എല്ലാവർക്കും ചെസ് നമ്പർ കൊടുക്കുമല്ലോ, നമ്പർ ഇന്ന രജിസ്ട്രേഷൻ കഴിഞ്ഞ്. എനിക്ക് രജിസ്റ്റർ ചെയ്തില്ല, എനിക്ക് ചെസ് നമ്പറും തന്നില്ല. ഞങ്ങൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ചെന്നിരുന്നു. ലാസ്റ്റ് അതിൻ്റെ ഭാരവാഹികളോട് അന്വേഷിച്ചപ്പം എനിക്കെതിരെ എന്തോ ഒരു കംപ്ലയിൻറ്റ്, നമ്മൾ സ്വാധീനിച്ചിട്ടൊക്കെയാണ് കഴിഞ്ഞ 2 വർഷം അങ്ങനെയൊക്കെ ആരൊക്കെയോ ആരോപണങ്ങൾ ഉള്ളത് കാരണം എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ 2 വർഷത്തെ സർട്ടിഫിക്കറ്റും അതിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ കളക്ടറേറ്റിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യും. നിങ്ങളുടെ പ്രോഗ്രാം ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഞാനും അച്ഛനും അനിയത്തിയും കൂടി സ്കൂട്ടറിൽ കളക്ടറേറ്റിലേക്ക് പോവുക, ആലപ്പുഴ കളക്ടറേറ്റിലേക്ക്. അപ്പോൾ പോണ വഴിയിൽ ഡയറക്ടർ ഫാസിലങ്ങളുടെ വീടുണ്ട്. അപ്പോൾ ആ സമയത്ത് മൺചിത്രത്താഴൊക്കെ റിലീസായിട്ട് ഭയങ്കര ഹിറ്റായിട്ട്, എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ നാഗവല്ലിയുടെ വലിയൊരു ഫാനാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് മുടിയൊന്നുമില്ല, ചെറിയ ആളാണ്. അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് കാണണം എന്ന്. അവളോർത്ത് മൺചിത്രത്താഴിലെ മാടമ്പള്ളി തറവാടൊക്കെയാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ശരി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്കൂട്ടറിൽ ഇരുന്നുണ്ട്. അച്ഛനിങ്ങനെ കാല് വെച്ചൊന്ന് ഗേറ്റിലേക്ക് ചവിട്ടി. ആ ഗേറ്റ് 2ഉം തുറന്നു പോയി. ഞാനിപ്പോഴും ശരിക്കും അത് ഓർമ്മയുണ്ട്. ഇങ്ങനെ 2ഉം തുറന്നു പോയി. ഞങ്ങൾ ആകെ പെട്ട അവസ്ഥയെന്ന് വെച്ചാൽ നേരെ നോക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ ഫാസിലങ്ങളും കുറേ ആൾക്കാർ, നമുക്കറിയില്ല ആരൊക്കെയാണ് ആ സമയത്ത്. ഫിലിമിൻ്റെ എന്തോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവരെല്ലാം ഇങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് ഞങ്ങളിങ്ങനെ നോക്കി. ഞങ്ങളും ആകെപ്പാടെ വല്ലാണ്ടായി. റോഡിൽ നിന്നിട്ട് സ്കൂട്ടറിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്ത പരിപാടിയാണ്. അങ്ങനെ അകത്തേക്ക് വിളിച്ച് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ കളക്ടറേറ്റിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഇളയ മോള് പറഞ്ഞത് ഇങ്ങനെ കാണണം, അത് കാരണം വന്നാൽ പക്ഷെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂള് വിട്ട് വീട്ടിൽ വന്ന് ബെറ്റിക്കോട്ടൊക്കെ ഇട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ് വന്നു വീട്ടിലേക്ക്. വന്ന് നോക്കിയപ്പം അച്ഛനും അമ്മയും സ്ഥലത്തില്ല. അപ്പം വന്നപ്പോൾ പറഞ്ഞു ഇന്നതുപോലെ ഫാസിൽ സാറിൻ്റെ ഇതിൽ നിന്ന് വരുവാണ്, ഫിലിം സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ആലപ്പുഴ ബീച്ചിൽ വെച്ചാണ് ഷൂട്ടിങ്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം, എനിക്കൊന്നൊരു വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു, ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ആലപ്പുഴ ബീച്ചിൻ്റെ അടുത്തൊരു വീട്ടിലാണ് അനീതി പ്രാവ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ അവിടെ പോയാണ് വൈകുന്നേരമാണ് ആദ്യമായിട്ട് ക്യാമറ മുന്നിൽ ചെയ്യുന്നത്.